ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. സൃഷ്ടാവും പ്രപഞ്ച നാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യും. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിവാഹത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഖുതുബയിലൂടെ മനസ്സിലാക്കിയത്. ഇസ്ലാം അതിന് നൽകുന്ന പ്രാമുഖ്യം, അതിന്റെ മഹത്വം നാം മനസ്സിലാക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് വിവാഹമെന്നും നാം മനസ്സിലാക്കി. എന്നാൽ ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ്. സമ്പന്നന്മാർക്കും പാവപ്പെട്ടവർക്കും ചെയ്യാവുന്ന ലളിതമായ ഒരു ഏർപ്പാടാണ് വിവാഹം. ഇന്ന് വളരെ സങ്കീർണമാണ് ഒരു വിവാഹം. മകന്റെ വിവാഹം, മകളുടെ വിവാഹം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. പല മാതാപിതാക്കൾക്കത് ഭാരമേറിയ ഒരു പ്രയാസമായി, അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായി മാറിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇസ്ലാം ഒരു വിവാഹം സാധുവാകാൻ മിനിമം വലിയ പെൺകുട്ടിയുടെ രക്ഷകർത്താവ്, വിവാഹം കഴിക്കുന്ന പുരുഷൻ, 2 സാക്ഷികൾ, മഹ്റും, പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്ന ആൾ കൊടുക്കാനുള്ള മഹ്റും, അപ്പ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കരാറ് ചെയ്യണം. ഇത്ര എന്തെങ്കിലും തരാനല്ല, ഖദറും മഖ്ദൂറും എന്നാണ് മഹറിനെ കുറിച്ചുള്ള ചർച്ച. നിർണയിക്കപ്പെട്ടത് ഇത്ര രൂപ, അല്ലെങ്കിൽ ഇത്ര സ്വർണം, അല്ലെങ്കിൽ പിന്നെ ഇത്ര സെന്റ് സ്ഥലം, തോട്ടം, അല്ലെങ്കിൽ കെട്ടിടം, എന്തു വേണമെങ്കിലും മഹർ കൊടുക്കാം. ആ വിവാഹം നടക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പോലും അതാണ് നല്ലത്. അപ്പൊ കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കാനില്ലെങ്കിൽ കരാറ് ചെയ്യാം. നമ്മൾ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഖുർആനിലൂടെ പഠിച്ചപ്പോ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമക്ക് മദിയനിലെ അദ്ദേഹം എത്തിപ്പെട്ട ആ വീട്ടിലെ വൃദ്ധനായ മനുഷ്യൻ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ മഹറായി ആവശ്യപ്പെടുന്നത് 8 കൊല്ലം
ജോലി ചെയ്യണമെന്നതാണ്. അപ്പൊ തന്നെ കൊടുത്തു തീർക്കാൻ പറ്റൂല. അത് 8 കൊല്ലം വരാനുള്ള 8 കൊല്ലത്തെ ജോലി എന്ന് പറഞ്ഞത് അപ്പൊ കൊടുക്കാൻ പറ്റുന്നതല്ലോ, വീട്ടാനുള്ളതാണ്. കരാർ അനുസരിച്ച് വീട്ടാനുള്ളതാണ്. 10 കൊല്ലമായാൽ വളരെ സന്തോഷം, നിർബന്ധമില്ല. 8 കൊല്ലം ഈ മഹർ എങ്ങനെയാണ് അപ്പൊ കൊടുത്തു വീട്ടുക? ഇല്ല. അപ്പോൾ കൊടുക്കുന്നത് നല്ലതാണ്, കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ. അല്ലെങ്കിൽ കരാർ ചെയ്യണം, കൃത്യമായി നിർണയിച്ച് ഇത്ര എന്ന്. അതിനെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണകളുണ്ട്. 10ഓളം ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ മഹർ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ഏതെങ്കിലും വിവാഹ നിശ്ചയത്തിൽ മഹറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? വിവാഹത്തിന്റെ നിശ്ചയമായി ചർച്ചയായി നടക്കുമ്പോ ഇത്ര മഹർ വേണമെന്ന് പെൺകുട്ടിക്ക് വേണ്ടി പെൺകുട്ടിയുടെ വീട്ടുകാർ ചർച്ച ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ചർച്ചയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? തിരിച്ച് സ്ത്രീധനത്തെ കുറിച്ച് ചർച്ചയുള്ള നിശ്ചയങ്ങളുണ്ട്. സ്ത്രീധനത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്ന കല്യാണ നിശ്ചയങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ അത് പരസ്യമായി പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് രഹസ്യമായി തന്നെ അത് ഒരു മധ്യവർത്തിയിലൂടെ ഉറപ്പുവരുത്തും. ഇത്ര പവൻ ആഭരണം, ഇത്ര പണം എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് കല്യാണം. അപ്പൊ നേരെ തലതിരിഞ്ഞു എന്ന് മനസ്സിലായല്ലോ. മഹർ കൊടുക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ വീട്ടുകാർക്കോ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് മഹർ. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടുകാരെ വാശി പിടിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ? അത് നല്ല മഹർ കൊടുക്കണം. അവിടെ തുടങ്ങുന്നു, നിക്കാഹിലൂടെ തുടങ്ങുന്നു എല്ലാ സംബന്ധങ്ങളും. ലക്ഷങ്ങൾ പൊടിച്ചു കഴിയുന്ന കല്യാണത്തിൽ മഹറായിട്ട് നിസ്സാരം വലിയ മാല കൊടുക്കും, താലി കെട്ടുന്ന പോലെ കെട്ടും. ആ താലി മുഴുവൻ മഹറല്ല, ബുദ്ധിമാന്മാരാ. അതിലുള്ള അരപ്പവന്റെ ഒരു പതക്കം മാത്രം മഹർ. ഭയങ്കര ബുദ്ധിയാ ആൾക്കാർക്ക്. എന്തെങ്കിലും പ്രശ്നത്തിൽ ഈ കല്യാണം പ്രശ്നമായാൽ മഹർ തിരിച്ചു മേടിക്കാൻ പറ്റൂല. അപ്പോ അത്വാന്റെ മാല നഷ്ടപ്പെടാതിരിക്കാൻ അതിലെ മാലക്കെടും, അതിലെ ആ താലി, ആ പതക്കം മാത്രം മഹർ. ബുദ്ധിമാന്മാരാ. അല്ലെങ്കിൽ 1000 ഉറുപ്പ്യ, ലക്ഷങ്ങളാണ് കല്യാണത്തിന്റെ ചെലവ്. ഇസ്ലാമിൽ മഹർ ചെറുതാക്കണമെന്ന ഒരു പ്രശ്നമില്ല. ആകെയുള്ളത് വരനെ മഹറിന്റെ പേരിൽ പ്രയാസപ്പെടുത്തരുത് എന്നൊരു നിർദ്ദേശമേ ഇസ്ലാമിലുള്ളൂ. മഹർ കൊടുക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ എത്ര വലിയ, നമുക്ക് അതിന്റെ തെളിവെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വിവാഹത്തിന് മഹർ കൊടുത്തത് 400 വെള്ളിയാണ്. 400 വെള്ളി ഏറ്റവും നല്ലതായിരിക്കും റസൂലുള്ള ചെയ്യുക. അതിനേക്കാൾ ഞാൻ മെച്ചപ്പെട്ടേ ചെയ്തു, എന്നിട്ട് ഞാൻ ഒരു ഖുർആന്റെ തഫ്സീർ മഹർ കൊടുത്തു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന എത്ര വിഡ്ഢിത്തമാണ്. റസൂലിനേക്കാൾ നല്ലത് ഞാൻ ചെയ്തു എന്ന് ഒരു മുസ്ലിമിന് അവകാശപ്പെടാൻ പറ്റുമോ? അത് ലാഭം നോക്കിയിട്ടാ 250 രൂപ കിട്ടും ഒരു ഖുർആന്റെ പരിഭാഷ. അപ്പൊ 250 ചെലവാളുള്ളൂ എന്ന് വെച്ചിട്ടാ അങ്ങനെ മഹർ കൊടുത്തത്. അല്ലാണ്ട് ഖുർആനോടുള്ള ഭക്തി കൊണ്ടൊന്നല്ല. ആ കല്യാണത്തിന് 3 ബസ്സാ പോണത് പുതിയാപ്പള്ള കൂടെ. ആയിരക്കണക്കിന് ആളെ കല്യാണം വിളിച്ചിട്ടുണ്ട്. മഹർ അന്വേഷിച്ചപ്പോഴേ 250 രൂപയുടെ ഖുർആന്റെ പരിഭാഷ. പൈസ ലാഭിക്കാനാണത്. ഖുർആൻ മഹത്വമായി തോന്നിയിട്ടല്ല. ഇരുമ്പ് മോതിരമുണ്ടോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. പാവപ്പെട്ട ഒരു മനുഷ്യനോട് നിന്റെ കയ്യിൽ എന്താണ് മഹർ കൊടുക്കാനുള്ളത്? ഒന്നുമില്ല റസൂലേ. ഇരുമ്പിന്റെ മോതിരമുണ്ടോ? വളരെ നിസ്സാരല്ലേ. അതുമില്ലാത്തവനോടാ പറയാം, നിനക്ക് ഖുർആനിൽ നിന്ന് മനപ്പാഠമുള്ളത് എത്രയാണ്, അത് മഹറായി നിന്റെ ഇണക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് സ്വത്തുള്ള ആള് മഹത്വം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ പരിഭാഷ വെച്ചു. അപ്പോ അവിടെ തന്നെ തല തിരിഞ്ഞുപോയി. പിന്നെ എങ്ങനെ നന്നാവുക? ഇവിടെ പള്ളി കമ്മിറ്റിയൊക്കെ കത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം, പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം, മഹല്ലിൽ നിന്ന് ശുപാർശ കത്ത് ഗൾഫിലേക്കും നാട്ടിലൊക്കെ നടക്കുക. പെൺകുട്ടികളുടെ രക്ഷിതാക്കള്
പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു ചെലവുമില്ല ഇസ്ലാമിലെ കല്യാണത്തിന്. ഇസ്ലാമികമായ കല്യാണത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് യാതൊരു ചെലവുമില്ല. ശരിക്കും സഹായിക്കേണ്ടത് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന വരനെയാണ്. നാട്ടുകാർ സഹായിക്കേണ്ടതേ, മഹല്ല് കമ്മിറ്റി സഹായിക്കേണ്ടതേ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന പുരുഷനെയാണ് സത്യത്തിൽ സഹായിക്കണം. പെൺകുട്ടിക്ക് ഒരു സഹായം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ചെലവില്ല, ഒരു പൈസ അവർക്ക് ചെലവില്ല. കല്യാണത്തിന്റെ സദ്യയുടെ ചെലവ് പോലും പെൺകുട്ടിക്കില്ല. അത് വരനാ വലീമ നടത്തേണ്ടത്. വിവാഹം കഴിക്കുന്ന പുരുഷനാണ് വലീമ നടത്തേണ്ടത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഅൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. വഅൻകിഹുൽ അയാമാ, നിങ്ങൾ വിവാഹം ഏർപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ കല്യാണം കഴിക്കുന്നല്ല, വിവാഹം സംഘടിപ്പിച്ചു കൊടുക്കണം. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരുടെ വിവാഹങ്ങൾ സമൂഹത്തിന്റെ മഹല്ലിന്റെ ബാധ്യതയായിട്ട് പറയാണ്. നിങ്ങൾ അവരുടെ വിവാഹങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കണം. വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും, നിങ്ങളിലെ സജ്ജനങ്ങളായ അടിമകളായ പുരുഷന്മാരെയും അടിമകളായ സ്ത്രീകളെയും അവരുടെ വിവാഹവും നിങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കണം. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ സമൂഹത്തിന്റെ ബാധ്യതയാ അവരെ കല്യാണം എത്രയും വേഗം ഒന്ന് ശരിയാക്കാനായാലും പെണ്ണായാലും അതാണ് സംഘടിപ്പിക്കേണ്ടത്. അല്ലാഹു പറയുന്നു, ഇയകൂനു ഫുഖറാ, ഇവര് ദരിദ്രരാണെങ്കിൽ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് ഐശ്വര്യം നൽകും. റബ്ബിന്റെ വാഗ്ദാനാണിത്, റബ്ബിന്റെ വാഗ്ദാനമാണിത്. വിവാഹം കഴിക്കുന്നത് വഴി അല്ലാഹു അവർക്ക് ഐശ്വര്യം നൽകും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വളരെ വിശാലനും സർവജ്ഞനുമാകുന്നു. അതുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടിയായാലും പാവപ്പെട്ട ആണായിരുന്നാലും ഈ സമൂഹത്തിന്റെ അല്ലെ മഹല്ലിന്റെ ബാധ്യതയാക്കി അവരെ കല്യാണം ശരിയാക്കി കൊടുക്കാൻ. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അല്ലാഹു പറയുന്നു, സത്യം മാത്രം പറയുന്ന എല്ലാം അറിയുന്ന റബ്ബ് പറയുന്നു, വിവാഹത്തിലൂടെ ഐശ്വര്യമുണ്ടാവും. ഇവിടെ നമ്മൾ കാണുന്നത് വിവാഹം കഴിഞ്ഞതിന്റെ പേരില് ഉള്ള വീടും സ്ഥലവും നഷ്ടപ്പെട്ടതായിട്ട്. അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തേ നിങ്ങൾക്കൊരു വീടുണ്ടായിരുന്നല്ലോ, 5 സെന്റ് സ്ഥലം, മോളെ കല്യാണം കഴിഞ്ഞപ്പോ അത് കൊടുത്ത് ഇപ്പൊ വാടക എന്നല്ലേ നിങ്ങളോട് പറയുന്ന ആൾക്കാർ. കല്യാണം ഐശ്വര്യം തരുന്ന അല്ലാഹു പറയുമ്പോ എന്താ എവിടെ തെറ്റുപറ്റിയത്? ആലോചിക്കുക നിങ്ങൾ, എവിടെയാണ് തെറ്റുപറ്റിയത്? എന്താ കാരണം? ഇസ്ലാം ദീൻ കാരണമല്ല, അള്ളാഹു കാരണമല്ല, റസൂല് കാരണമല്ല. മനുഷ്യരുണ്ടാക്കിയ ദുർനടപ്പുകൾ, വിവാഹത്തിന്റെ പേരിൽ ദുശ്ശീലങ്ങൾ, അതിന്റെ പേരിൽ ആചാരങ്ങൾ, ദുരാചാരങ്ങളുടെ പേരിൽ വിവാഹം ഇന്ന് ഭാരമുള്ളതായി പെൺകുട്ടികൾ വളർന്നു വരുന്തോറും ഉമ്മാടെ ഉപ്പാടെ നെഞ്ചിടിക്കുന്ന ഒരു കോലത്തിലേക്ക് സമൂഹം മാറിയെങ്കിൽ അതിന്റെ കുറച്ചു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അങ്ങനെ ആക്കിയെടുത്തത് ഇസ്ലാം ദീനല്ല. പ്രിയപ്പെട്ടവരെ, ഒരു വിവാഹ കാര്യം പറഞ്ഞാൽ ഇസ്ലാമിൽ ആ വിവാഹത്തിന്റെ രീതി നമുക്ക് മനസ്സിലാവും. നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ കല്യാണം. ആളാരാണെന്ന് ആദ്യം അറിയണം. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് രഹസ്യമായി പ്രബോധനം ചെയ്യുന്ന കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ മുസ്ലിമായ ഒരാളാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു. ആദ്യത്തെ 10 മുസ്ലിങ്ങൾ. ആദ്യം നമുക്കറിയാം ഖദീജ, അലി, അബൂബക്കർ സിദ്ദീഖ് ആണെന്നറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുഖേന 10ഓളം ആളുകൾ ആദ്യഘട്ടത്തിൽ. അതിലൊരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം റസൂലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഹിജറ പോയി മദീനയിലേക്ക് ഹിജറ പോയി. ഇവിടെ നല്ല കച്ചവടക്കാരനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. എല്ലാം വിട്ടിട്ടല്ലേ, കച്ചവടവും കുടുംബവും പറമ്പും തോട്ടവും വിട്ടിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ഹിജറ പോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മുഹാജിറുകളെ മദീനയിലെ അൻസാരികൾക്ക് സഹോദരനായി പ്രഖ്യാപിച്ച ഓരോരുത്തരെ.
രണ്ടു കൂട്ടരെയും വിളിച്ചു കൂട്ടി, ഇന്നാള് ഇന്ന അൻസാരി, ഈ മുഹാജിർ ഇന്ന അൻസാരിയുടെ സഹോദരൻ. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സഹോദരനായ റസൂലുള്ളാഹ് മദീനയിലെ സഅദ് ബിൻ റബീഇന്റെ സഹോദരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സഹോദരനാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് വെള്ളമൊക്കെ കൊടുത്തിരുത്തി ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു എനിക്ക് നല്ല സമ്പത്ത് നൽകിയിരിക്കുന്നു. നമ്മൾ പറയാത്ത വർത്താനം. നമ്മൾ സാധാരണ ആരോട് ആ വിവരം പറയാറില്ല. നല്ല ബർക്കത്ത് ചെയ്യുന്നു. എങ്ങനെ കച്ചവടം? പണ്ടൊക്കെ നല്ല, ഇപ്പൊ ആകട്ടെ ഉള്ള കൃഷി എങ്ങനെ വെറുതെ പുല്ല് പറിക്കുന്ന കാശ് കിട്ടൂല. അങ്ങനെയല്ല നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അൻസാരി പറഞ്ഞത്, റബ്ബ് എനിക്ക് അപാരമായ അനുഗ്രഹം ബർക്കത്ത് ചെയ്തിരിക്കുന്നു. ആ സ്വത്തിന്റെ പകുതി താങ്കൾക്കാണ്. അള്ളാന്റെ റസൂൽ താങ്കളെ എന്റെ സഹോദരനായി പ്രഖ്യാപിച്ചില്ലേ, അതുകൊണ്ട് പകുതി സ്വത്ത് താങ്കൾക്കാണ്. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരെ രണ്ടാളെയും താങ്കളൊന്ന് നോക്ക്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവളെ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അവളെ വിവാഹമോചനം ചെയ്ത് എന്താ കഴിഞ്ഞിട്ട് താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം. എന്താണ് മനസ്സെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ മനസ്സെങ്ങനുണ്ട് സമ്പത്തിനെ കുറിച്ച്? നമ്മളാവുമ്പോ കെട്ടിപ്പിടിച്ച് അമർന്ന് കെടുക്കല്ലേ, അതിന്ന് 5 പൈസ പുറത്തു കൊണ്ടിരിക്കാൻ. എനിക്ക് റബ്ബ് അനുഗ്രഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പകുതി താങ്കൾക്കാണെന്നാണ്. അതേ മനോഭാവമുള്ള ആളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. താങ്കളുടെ ഭാര്യമാരിലും താങ്കളുടെ സമ്പത്തിലും അല്ലാഹു ഇനിയും ബർക്കത്ത് ചെയ്യട്ടെ. അത് രണ്ടും താങ്കളുടെ കൂടെ തന്നെ നിൽക്കട്ടെ. രണ്ടും എനിക്ക് ആവശ്യമില്ല. ഈ മനസ്സ് തന്നെയാണ് ഇവിടെയും മനസ്സ്. നമ്മളിങ്ങ പറയും വൈകിട്ട് എന്നാ ആധാരാക്കിക്കൊള്ളാൻ പറയും. എന്നാ പിന്നെ നാളേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ അങ്ങോട്ട് ആധാരാക്കിക്കൊള്ളാൻ പറയും. ഇങ്ങോട്ട് കിട്ടിയല്ലേ പകുതി സ്വത്ത്, ചില്ലറണ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടും താങ്കളുടെ കൂടെ നിൽക്കട്ടെ. ഇനിയും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് നിങ്ങളുടെ അങ്ങാടി ഒന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ ഹിജറ പോരുമ്പോ കുറച്ച് പണം സൂക്ഷിച്ചിരുന്നു. അതുമായി അങ്ങാടിയിൽ ചെന്നു. ചെറിയ നിലക്ക് കച്ചവടങ്ങൾ തുടങ്ങി. റബ്ബ് വലിയ ഈ മനസ്സുള്ള ആളാ. ഒരാൾ പകുതി സ്വത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് പറയുന്ന മനസ്സല്ലേ. അല്ലാഹ് ഇങ്ങനെ ബർക്കത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു. സമ്പന്നനായി മാറി. റസൂലുള്ളാഹിക്ക് പ്രിയങ്കരനാണ്. അള്ളാന്റെ റസൂലും പ്രിയങ്കരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് വരുമ്പോ പ്രത്യേക ഒരു അത്തറിന്റെ മണം, ഷർട്ടിന്മേൽ ഒരു മഞ്ഞ നിറം. റസൂൽ ചോദിച്ചു, എന്താണിത് അബ്ദുറഹ്മാൻ? നബി, ഇന്നലെ ഞാൻ കല്യാണം കഴിച്ചു. നബിയെ, ഇന്നലെ ഞാൻ കല്യാണം കഴിച്ചു. 5 നേരം നബിയുടെ പിന്നിൽ നിസ്കരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നബിനെയും കല്യാണം വിളിച്ചിട്ടില്ല. നബിനെയും കല്യാണം വിളിച്ചിട്ടില്ല. 5 നേരം നബിയുടെ പിന്നിൽ നിസ്കരിക്കുന്ന ആള്, നബിക്ക് ഏറ്റവും പ്രിയങ്കരനായ ആള്, അദ്ദേഹത്തിനും പ്രിയങ്കരനായ ആള്. നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് വിഷമാവും ചെയ്യും, നമ്മളെ കല്യാണം വിളിച്ചില്ല, എന്നാലും എന്നോട് പറഞ്ഞില്ല. നബിയെ കല്യാണം വിളിച്ചില്ല. ഒരു സ്വകാര്യ ഏർപ്പാട് പോലെയാണ് ആ കല്യാണം. വ്യക്തിപരവും കുടുംബപരവുമാണ് വിവാഹം. നാടിന്റെ വിഷയമല്ല. ആലോചിച്ചു നോക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കാണ്, അബ്ദുറഹ്മാൻ ഒരാടിനെ അറുത്തിട്ട് കുറച്ചാളെ വിളിച്ച് വലീമ കൊടുക്കാറില്ലേ? 10 ഒട്ടകത്തെ അറക്കാൻ കഴിവുള്ള ആളോട് 10 ഒട്ടകത്തെ അറുത്ത് ജനങ്ങൾക്ക് സദ്യ നടത്താൻ കഴിവുള്ള ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഒരാടിനെ അറുത്തിട്ട്. നിങ്ങൾക്കറിയാലോ, ഒരു അറബി കുടുംബത്തിന് വേണം ഒരാടിനെ അറുത്തിട്ട് കുറച്ചാൾക്കാരെ വലീമക്ക് വിളിക്കായിരുന്നില്ലേന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമായിരുന്നു. നമ്മളിപ്പോ എവിടെയാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിന്റെ എല്ലാ ദുരന്തവും ഈ സമുദായം, ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ്, തുർമുദി, നസായി, ഇബ്നു മാജ എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. സലാസത്തുൻ, മൂന്നാളുകൾ റസൂൽ പറയാണ്, മൂന്നാളുകൾ ഹഖ്ഖ അലല്ലാഹി ഔനുഹും, അവരെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. മൂന്ന് കൂട്ടരെ സഹായിക്കൽ അല്ലാഹു ബാധ്യത ഏറ്റിട്ടുള്ള കാര്യമാണ്. ഒരാളായിരുന്നു ചാരിത്രം സൂക്ഷിക്കാൻ വേണ്ടി വിവാഹം ചെയ്തവൻ, അവനെ അല്ലാഹു സഹായിക്കും. ചാരിത്രം സൂക്ഷിക്കാൻ, തെറ്റ് സംഭവിക്കാതിരിക്കാൻ, വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കാൻ വിവാഹം കഴിച്ചവനെ അല്ലാഹു സഹായിക്കുമെന്ന ബാധ്യത ഏറ്റിട്ടുള്ളതാണ്. അതാണ് ഒരാൾ. അതുപോലെ തന്നെ വൽ മകാതിബു യുരീദുൽ അദാ, അടിമയായ മനുഷ്യൻ യജമാനനുമായി മോചനപത്രം തയ്യാറാക്കിയിരിക്കുന്നു. ആ യജമാനൻ ചോദിക്കുന്ന പൈസ വീട്ടിയിട്ട് സ്വതന്ത്രനായി പോകാൻ മോചനപത്രം എഴുതിയ അടിമയായ അവനെയും അല്ലാഹ് കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു, കൊടുക്കണമെന്ന് അവനെയും അല്ലാഹ് സഹായിക്കുക എന്നത് അല്ലാഹുവിന്റെ ബാധ്യതയായിരിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടവരെയും സഹായിക്കുക എന്നത് അല്ലാഹുവിന്റെ ബാധ്യതയായി ഏറ്റിരിക്കും. ഇവിടെ നമ്മുടെ വിഷയം നാക്കിഹാണ്, നിക്കാഹ് ചെയ്തവൻ, വിവാഹം കഴിച്ചവനെ സഹായിക്കുന്നത്. ഇന്ന് തൊലയാണല്ലോ കല്യാണം കഴിച്ചിട്ട്. എന്തേ സംഭവിച്ചത്? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങള് മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊന്ന്, അത്തിയുല്ലാഹ ഫീമാ അമറക്കും ബിഹി മിനൻ നിക്കാഹ് യുൻജിസു ലക്കും മാ വഅദക്കും മിനൽ ഗിനാ. ഇബ്നു അബീ ഹാത്തിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തിയുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. ഫീമാ അമറക്കും ബിഹി മിനൻ നിക്കാഹ്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹ് എന്തൊക്കെയാണോ നിന്നോട് കൽപ്പിച്ചത് അത് നീ അല്ലാഹുവിനെ അനുസരിക്കണം. അല്ലാഹ് വാഗ്ദാനം ചെയ്ത് അല്ലാഹ് നിറവേറ്റും. മിനൽ ഗിന, ഐശ്വര്യം. പക്ഷേ അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറില്ല, വരൻ തയ്യാറില്ല, വധു തയ്യാറല്ല. വരന്റെ വീട്ടുകാരോ വധുവിന്റെ വീട്ടുകാരോ ഈ വിഷയത്തിൽ അല്ലാഹുവിനെ അനുസരിക്കാനോ റസൂലിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ തയ്യാറല്ല. അപ്പോൾ ഐശ്വര്യം ലഭിക്കേണ്ടതിന് പകരം പാപ്പരായിട്ട് കാണുന്നു. കല്യാണത്തിന്റെ പേരിൽ പാപ്പരായിട്ട് കാണുന്നു. ഈ കല്യാണത്തിലെ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണത്തിന്റെ ആധിക്യം മാത്രമാണോ? അധിക ആളെ വിളിക്കണ ഇസ്രാഫിനെ ക്ഷണിക്കുന്നതേ. കണ്ടമാനാളെ നാട്ടുകാരെ മുഴുവൻ കല്യാണം ക്ഷണിക്കുന്നതേ ഇസ്രാഫാണ്. പിന്നെ എങ്ങനെ പോയി കണക്കാക്ക? ഒരു വ്യക്തിക്ക് ഒറ്റ വ്യക്തിക്ക് ഇത്ര ഉണ്ടെന്ന് കണക്കാക്കാൻ പറ്റില്ല. ഓരോ വ്യക്തിയും അവരുടെ ബന്ധുക്കള്, അവരുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മ ക്ഷണിച്ചാൽ അവരെ ഭംഗിയായി സ്വീകരിക്കാനുള്ള സൗകര്യമുള്ള അത്ര ആളെ വിളിക്കാൻ പാടില്ല. അവരെ മാന്യമായി സൽക്കരിക്കാൻ, വലീമ കൊടുക്കാൻ പറ്റുന്ന അത്ര ആളെ വിളിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങളും ഞാനും സാക്ഷിയായിട്ടുണ്ട് തിരക്ക് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ മടങ്ങി പോകുന്ന ആളുകളെ. അപ്പൊ എന്തായി? ഈ 2000 ആളെ വിളിക്കാൻ ആരാ പറഞ്ഞത്? 2000 ആളെ കല്യാണം അല്ലെങ്കിൽ 3000 ആളെ കല്യാണം വിളിക്കണം ആരാ പറഞ്ഞത്? 10 മനുഷ്യര് ഭക്ഷണം കഴിക്കാണ്ട് മടങ്ങിപ്പോയ എല്ലാം തീർന്നില്ലേ? ഈ പെരുമയും ജാടയൊക്കെ പൊളിഞ്ഞു പോയില്ലേ? ഇടി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ചിലര് പോകണം ഭക്ഷണം കഴിക്കാൻ, മാന്യന്മാര്. അപ്പൊ ഈ പൊങ്ങച്ചം പൊളിഞ്ഞില്ലേ? 3000 ആളെ വിളിക്കുന്നതാണ് പൊങ്ങച്ചം എന്ന് ധരിച്ചിട്ടാ വെറുതെ നാടടച്ചുകൊണ്ട് വിളിച്ചത്. അവിടെ അതിനുള്ള സൗകര്യം ഇല്ല ആളിന്. ഇടികൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇന്ന് ആരാ തയ്യാറാവുക? ആ കാലം കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, റസൂലിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിവാഹത്തിലും വിവാഹത്തിന്റെ ചടങ്ങുകളിലും ശേഷമുള്ള ജീവിതത്തിലും പാലിക്കാത്തത് കൊണ്ടാണ് ഐശ്വര്യമില്ലാത്തവരായി പാപ്പരായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയങ്ങളിൽ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും
ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന് സഹായം സ്വീകരിച്ചിട്ട് കല്യാണം നടത്തുന്ന കോലം കണ്ടാൽ ആ തന്ന പൈസ തിരിച്ചെന്നോളാൻ പറയാൻ തോന്നുന്ന പോലെ ആ പാവപ്പള്ളിന്ന് വെച്ച് കൊണ്ടുകൊടുത്തൊരു കവറില്ലേ, അതിങ്ങോട്ട് തിരിച്ചു താ എന്ന് പറയാവുന്ന കോലത്തിലേക്ക് കല്യാണത്തിന്റെ ആഘോഷ പരിപാടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടാൻ, അള്ളാഹുവിന്റെ കോപശാപം കിട്ടുന്ന രീതിയിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ്, തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ പേരിൽ. നിങ്ങൾ വായിക്കുന്നുണ്ടാവും പത്രത്തിലൂടെ. വരന്റെ കൂടെ ചെന്ന സുഹൃത്തുക്കളുടെ തമ്മാടിത്തം കാരണമായി വധുവിന്റെ വീട്ടിൽ സംഘട്ടനം, കല്യാണം മുടങ്ങി. വരന്റെ കൂടെ പോയ സുഹൃത്തുക്കളെ നല്ല ചങ്ങാതിമാരാ, അവരുണ്ടാക്കിയ അനക്കേട് വധുവിന്റെ വീട്ടിലെ സംഘട്ടനം, കല്യാണം മുടങ്ങി. എന്തെല്ലാം, എന്താ ഇത്? അള്ളാഹുര അനുഗ്രഹം ചെയ്യുമ്പോ ശുക്ർ കാണിക്കേണ്ടത് പകരം നന്ദികേടിന്റെ രൂപമായി മാറുന്നു. എന്തൊക്കെ ഈ പണ്ഡിതന്മാരെ കൂടി പങ്കെടുപ്പിച്ചിട്ടാ നമ്മളെ നാട്ടിലെ കല്യാണം. ഇസ്ലാമിൽ അങ്ങനെ ഒന്നും ഇല്ലട്ടാ, പണ്ഡിതന്റെ ആവശ്യമൊന്നുമില്ല. വലിയാണ് അതിന്റെ അധികാരി. ഒരു പള്ളിയിലെ കാവ്യമല്ല അധികാരി, വലിയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക അധികാരപ്പെട്ടത്. രണ്ട് സാക്ഷി പള്ളിയിൽ രജിസ്റ്റർ ചെയ്തോട്ടെ, കുഴപ്പമില്ല, അതൊരു ഭൗതികമായ നല്ല സൗകര്യമുള്ള സംവിധാനമാണ്. പക്ഷെ നമുക്ക് ഒരു കുറെ മൂല്യാക്കന്മാര് സ്റ്റേജില്ലാണ്ട് നമുക്ക് നിക്കാഹ് ശരിയാവില്ല എന്നങ്ങ് തോന്നും. അവരങ്ങടെ ഇറക്കി വിട്ടിട്ട് പിന്നെന്താ നടക്കുക സ്റ്റേജില്? നിക്കാഹ് കഴിഞ്ഞ അവരെ ഇറക്കി വിട്ടിട്ട് പിന്നെ സ്റ്റേജിൽ നടക്കുന്ന എന്തൊക്കെ? ഈ ആണും പെണ്ണും എന്തൊക്കെ? ഈ കല്യാണം കഴിഞ്ഞ പെണ്ണും കുറെ ആൾക്കാരും കൂടി സ്റ്റേജിൽ കാണും, പെണ്ണുങ്ങളും കയറിയിട്ട് എന്ത് തോന്നിവാസങ്ങളാണ് സ്റ്റേജിൽ നടത്തുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരുടെയും ക്യാമറകളുടെയും മുന്നിൽ നിന്നുകൊണ്ട് എന്ത് തോന്നിവാസമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു സമൂഹങ്ങളുടെ ആചാരങ്ങൾ, കേക്ക് മുറിക്കൽ, ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വന്നു. കേക്ക് മുറിക്കുക, ഇയാൾ അയാളെ വായിൽ വെച്ചു കൊടുക്കുക, അയാൾ ഇയാളെ വായിലേക്ക് വെച്ചു കൊടുക്കുക. റസൂൽ പറഞ്ഞ എന്താ പ്രിയപ്പെട്ടവരെ? നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഉരുളയും സദഖയാണ്, നിനക്ക് പുണ്യമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞത് ആൾക്കാരെ മുന്നിൽ വെച്ച് കോപ്രാട്ടി കാണിക്കാനല്ല. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഈ ഇണകൾ സ്നേഹത്തോടെ അവൾക്ക് ഭക്ഷണത്തിനുള്ള അധ്വാനം റബ്ബിന്റെ അടുക്കൽ നിനക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണെന്നാണ് പഠിപ്പിച്ചത്. സ്റ്റേജിൽ വെച്ച് കോപ്രാട്ടി കാണിക്കണമെന്നല്ല, നിന്റെ വീടിന്റെ ഉള്ളിൽ നീ ചെയ്യേണ്ട കാര്യം നാട്ടുകാരെ മുന്നിലാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ആഭാസങ്ങൾ, എന്തെല്ലാം ആഭാസം. ഭക്ഷണത്തിന്റെ ആധിക്യം, ഒരു ഉച്ചനേരത്ത് കഴിക്കാവുന്ന ഭക്ഷണത്തിന് പരിധി ഉണ്ടല്ലോ, അതല്ല വേണ്ടു അല്ല പലതൊക്കെ. അപ്പൊ കണ്ടമാനം വേസ്റ്റ് വരികയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഐശ്വര്യം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. ഇവിടെ സമാധാനം നഷ്ടപ്പെടുക. ഒരു മോളെ കെട്ടിച്ച ആള് ആദ്യത്തെ മോളെ കെട്ടിക്കലോ കൊണ്ട് ഒരു വീടും പറമ്പും പോയി, ഇനി 3 പെൺകുട്ടികളും ഉണ്ടാവും. അയാളുടെ ഉത്കണ്ഠ എത്ര ഉണ്ടാവും? ആദ്യത്തെ മോളെ കല്യാണത്തോടുകൂടി തന്നെ ഇരിക്കുന്ന വീടും പറമ്പും നഷ്ടപ്പെട്ടു. ഇനി 3 പെൺകുട്ടികൾ വലുതായി വരുന്നുണ്ട്. അവരെ കാര്യം ആലോചിച്ചിട്ട് അള്ളാഹ് പറഞ്ഞു സമാധാനം കിട്ടുന്നു. കല്യാണം നടന്നാൽ ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ കുറ്റമല്ല, ദീനിന്റെ കുറ്റമല്ല, നമ്മൾ ഉണ്ടാക്കിയ രീതിശാസ്ത്രത്തിന്റെ തകരാറാണ്. ഇതൊക്കെ ചെയ്യുമ്പോ മൗലിമാർക്കൊക്കെ ഇങ്ങനെ പറയാം, നമ്മള് പിള്ളേര് സമ്മതിക്കൂല. കുറച്ച് സമയത്തിന് ഇയാള് വീട്ടുകാരനല്ലാണ്ടായി മാറും, കുടുംബനാഥനല്ലാണ്ടായി മാറും. ആ മോന്റെ അഭിപ്രായം, മരുമോന്റെ അഭിപ്രായം, മോന്റെ കൂട്ടുകാരുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലവിധ തോന്നിവാസങ്ങൾ, കലാപരിപാടികളൊക്കെ ഹാളില് ഈ കല്യാണത്തിന്റെ പേരിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുക,
വല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്റാഫ്, അമിതം ചെയ്യുന്നവരെ ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടൂല. എത്ര നേരം നിസ്കരിക്കുന്ന ആളായിരുന്നാലും, നോമ്പ് പിടിക്കുന്ന ആയാലും, ഹജ്ജ് ചെയ്ത ആളായാലും, ഇസ്റാഫ് ചെയ്താൽ അവനെ അല്ലാഹു ഇഷ്ടപ്പെടൂല. ദീനക്കുള്ള ആളല്ലേ, അപ്പൊ കുഴപ്പമില്ലാന്ന് വിചാരിച്ചാൽ അമിതത്വം കാണിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. മാത്രമല്ല, ഈ വിഷയം ഞാൻ തുടങ്ങുന്ന ആഴ്ച ഓതി വെച്ച ആയത്ത് ഒന്നുകൂടി കേൾക്കുക. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങളുടെ വിചാരണ ഇതാ ആസന്നമായിരിക്കുന്നു. വഹും ഫീ ഖഫ്ലത്തിൻ മുഅ്രിദൂൻ, അവര് തികഞ്ഞ അശ്രദ്ധയിൽ അള്ളാന്റെ ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ തൊട്ടു മുന്നിൽ അള്ളാന്റെ വിചാരണ തൊട്ടു മുന്നിൽ എത്തിയിട്ടും ജനമൊന്നും മനസ്സിലാക്കുന്നില്ല, തോന്നിവാസങ്ങൾ നിർത്തുന്നില്ല, പൊങ്ങച്ചം നിർത്തുന്നില്ല. ഇതാ നാളെ നിന്റെ വിചാരണയാണ്, ഇന്നാണ് നീ ഈ തോന്നിവാസം കാണിച്ചത്, നാളെ നിന്റെ വിചാരണയാണ്. നമ്മള് വായിച്ചില്ലേ, വരനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പെൺകുട്ടിയുടെ ഉപ്പ കുഴഞ്ഞു വീണ് മരിച്ചത് നമ്മൾ വായിച്ചില്ല, ഇപ്പൊ അടുത്തല്ലേ വായിച്ചത്. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് റബ്ബിനെ സൂക്ഷിക്കുക. കല്യാണത്തിന് പങ്കെടുത്തവരൊക്കെ നമ്മൾ എന്താ പ്രാർത്ഥിക്കണം? അവർക്ക് വേണ്ടി ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ, ബർക്കത്ത് ചെയ്യട്ടെ എന്നല്ലേ. എങ്ങനെ ബർക്കത്ത് ഉണ്ടാവും ഈ കോപ്പറേറ്റ്? ഞാൻ പറയാം, ആ സാഹസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത്? നിങ്ങൾ പറയാണ് അതൊക്കെ തെറ്റണം, അതൊന്നും പാടില്ല. പിന്നെ എന്തിനാ അവിടെ ഇരിക്കലേ? അത് തെറ്റാണെങ്കിൽ, അത് മോശപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ, ആ ഒപ്പന അവിടെ നടക്കുന്ന ആ ഒപ്പന അവിടെ ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങളെന്തേ കാണാനിരിക്കുന്നു ഹാളിൽ? അത് ശരിയല്ല, മോശം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ മോശത്തിന് എന്തിന് കൂട്ടു നിൽക്കുന്നത്? ശിർക്കിന്റെ ഒരു ഭക്ഷണത്തിന് വിളിച്ചാൽ നിങ്ങൾ പോവാറില്ലല്ലോ. ശിർക്കിന്റെ ആചാര വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളുടെ ബന്ധു നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പോവാറില്ലല്ലോ. ഒരു ബിദ്അത്ത്, ഒരു മൗലൂദിന്റെ ഭക്ഷണത്തിന് വിളിക്കുമ്പോ നിങ്ങൾ പോവാത്തത് എന്താണ്? ബിദ്അത്തിന്റെ ഭക്ഷണമാണ്, തിന്നാൻ പാടില്ല നിങ്ങൾ പറയും. അത് ശിർക്കിന്റെ ഭക്ഷണമാണ്, ആണ്ടിന്റെ ഭക്ഷണമാണ്, അത് കുറ്റകരമാണ്. ഇസ്റാഫിന്റെ പേരിൽ നടക്കുന്ന ഈ തോന്നിവാസങ്ങളുടെ കൂട്ടത്തിലുള്ള ഭക്ഷണം ഏത് വകുപ്പിൽ വരും? സൂക്ഷിക്കുക. അല്ലാഹു നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.